വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച കോൺഗ്രസ് തീരുമാനത്തെ ആഘോഷപൂർവ്വം വരവേറ്റ് ഖത്തറിലെ പ്രവാസികൾ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് സമാനമായ ആഘോഷ പരിപാടികളാണ് ഖത്തറിലെ വിവിധ സ്ഥലങ്ങളിൽ അരങ്ങേറുന്നത്. ദോഹയിൽ ഖത്തർ ഇൻകാസ് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികളിൽ നിന്ന് തത്സമയം. അബ്ബാസ് മുഹമ്മദ് വിശദാംശങ്ങളുമായി ദോഹയിൽ നിന്ന്. അബ്ബാസ്, നിശ്ചയമായും വലിയ ആഘോഷങ്ങൾ കേരളത്തിലെ പോലെ തന്നെ ഗൾഫ് നാടുകളിലും ഉണ്ടാകും. പ്രത്യേകിച്ച് ഖത്തറിലേക്ക് എത്തുമ്പോൾ ഇൻകാസ് ഖത്തറടക്കമുള്ള പ്രവാസി സംഘടനകളൊക്കെ, കോൺഗ്രസ് പ്രവാസി സംഘടനകളൊക്കെ വലിയ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കമായിരിക്കും. ഇപ്പോൾ അവിടെ ഓഫീസുകളിൽ എത്ര വലിയ ആവേശവും ആഹ്ലാദവും ഉണ്ട്? എവിടെയാണ് അബ്ബാസ് ഉള്ളത്? ദോഹയിലാണ്. എൻ്റെ പിന്നിൽ ഇപ്പോൾ ഒരു ആഘോഷം കണ്ടില്ല, അത് അവിടെ കേക്ക് മുറിക്കുന്ന ഒരു ആഘോഷമാണ്. ഇന്ന് വ്യാഴാഴ്ച, ഈ വ്യാഴാഴ്ച ഒരു അവധി ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാത്രി അതിനൊരു ആലസ്യമാണ്. ഏതായാലും ഇതിൻ്റെ ഒരു ആവേശത്തിലേക്കാണ് ആളുകൾ. നമ്മളൊരു ബൈറ്റ് തരാനൊക്കെ പറയുന്നതിന് മുമ്പ് മുദ്രാവാക്യം വിളിക്കുന്നൊരു സിറ്റുവേഷനാണ്. ഇൻകാസിൻ്റെ അവരുടെ ഒത്തുചേരലാണ് നമ്മളുള്ളത്. ഏതായാലും നൂറുകണക്കിന് ആളുകളാണ് ഈ ഇൻകാസിൻ്റെ ഈ പരിപാടിക്കായിട്ട് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ള ആളുകളുണ്ട്. 10 വർഷത്തിന് ശേഷം ഈ അധികാരം കിട്ടുന്ന വേളയിൽ അതിനെ വളരെ ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടാനുള്ള ഒരുക്കത്തിലാണ് ഖത്തർ ഇൻകാസ് ഉള്ളത്. ഇൻകാസിൻ്റെ ഇവിടെ ത്രിവർണ്ണ നിറമറിഞ്ഞ കേക്കൊക്കെ ഉണ്ട്, കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഇൻകാസ് ഖത്തർ നിയുക്ത കേരള മുഖ്യമന്ത്രി വി.ഡി. സതീഷിന് അഭിവാദ്യങ്ങൾ എന്നുള്ള പേരിലുള്ള കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻകാസിൻ്റെ നേതാക്കൾ. അപ്പോൾ ഖത്തർ ഇൻകാസിൻ്റെ നേതാക്കൾ നമ്മുടെ കൂടെയുണ്ട്. ഒരുപാട് നാട്ടിലേതുപോലെ തന്നെ വി.ഡി. സതീഷിന് വേണ്ടി മുദ്രാവാക്യം വിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹൈക്കമാൻഡ് ജനവികാരം മാനിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ നൽകിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് വിജയം. ഞങ്ങളൊക്കെ ഏത് നേതാവ് വന്നാലും അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ കാലാകാലങ്ങളിലുള്ള പ്രവണത മാറ്റിവെച്ചുകൊണ്ട് ജനവികാരം കൂടി മാനിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇത്ര തീരുമാനമെടുത്തത്. അതിന് പരിപൂർണ്ണ പിന്തുണ. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കരുത്തനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഹൈക്കമാൻഡ് നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ വരാൻ പോകുന്ന നാളുകളിൽ അതിഗംഭീരമായി കേരളത്തിന്റെ ഭരണം മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താ പറയാനുള്ളത്? യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ആവേശം പകർന്നുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് വി.ഡി. മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് യൂത്ത് ഒന്നടങ്കം കേരളം ഇളക്കി മറിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുക്കാമെന്നുള്ള പ്രഖ്യാപനങ്ങൾ, സ്ത്രീകൾക്ക് യാത്രാ സൗകര്യങ്ങൾ എന്ന് വെക്കേണ്ട സർക്കാരിന്. അപ്പോൾ എന്താണ് വളരെ സന്തോഷം. നിലപാടിന്റെ രാജകുമാരൻ സതീശൻ കി ജയ്. തീർച്ചയായിട്ടും പ്രവാസികളെ സംബന്ധിച്ച് വളരെ ആഘോഷിക്കേണ്ട ഒരു. അപ്പോൾ സൈഫുദ്ദീൻ, ഇതാണ് ഇതിന്റെ ഒരു സിറ്റുവേഷൻ. ഇവിടെ നാട്ടിലേതുപോലെ തന്നെയുള്ള ഒരു അതിഭയങ്കരമായ ആഘോഷം തന്നെ പറയാം. ശരിക്ക് നമ്മെ പൊതിഞ്ഞിട്ട് പിടിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാവരും കൂടെ. ഏതായാലും തീർച്ചയായും വലിയ ആഘോഷത്തിലാണ് ഖത്തർ അടക്കം എല്ലാ ഗൾഫ് നാടുകളിലുമുള്ള കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. വി.ഡി. സതീശൻ വീണ്ടും എന്ന് വെച്ചാൽ 10 വർഷത്തിന് ശേഷം കേരളത്തിൽ ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ലോകമെങ്ങുമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ആഘോഷത്തിന് നിമിഷങ്ങളാണ്. ഇതിൻ്റെ ചെറിയ പ്രതിഫലനം മാത്രമാണ് നമ്മൾ ഖത്തറിൽ നിന്ന് കാണുന്നത്. ഇതുപോലെ സൗദിയിലും UAE-യിലും ഒക്കെയുള്ള കോൺഗ്രസ് പ്രവാസി സംഘടനകളൊക്കെ വലിയ ആഘോഷ പരിപാടികൾക്ക് തയ്യാറെടുക്കുന്നതായി വിവരങ്ങൾ ലഭിക്കുകയാണ്.